സുജിയ, ഈ മെഷീനും അതോടൊപ്പം തന്നെ പ്രവർത്തിപ്പിക്കാനുള്ള ദൗത്യ സംഘവുമാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. വിദഗ്ധ സംഘവും ഒപ്പമുണ്ട്. 3 പേരാണ് ഈ മെഷീനൊപ്പമുള്ളത്. അല്പസമയങ്ങൾക്ക് അകം തന്നെ ഈ മെഷീൻ ഉപയോഗിച്ചുള്ള പരിശോധന സാധ്യമാകുമെന്നാണ് നമ്മൾ കരുതുന്നത്. കാരണം ഈ മെഷീൻ ഉപയോഗിച്ച് സ്പോട്ട് കണ്ടെത്തിയാൽ മാത്രമേ രക്ഷാപ്രവർത്തനം പൂർണ്ണഗതിയിൽ എത്താൻ കഴിയൂ എന്നുള്ളത് ഇന്നലെ തന്നെ രഞ്ജിത്ത് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സൈന്യം പെട്ടെന്ന് തന്നെ ഈ GPR മെഷീൻ എത്തിക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കുകയും ചെയ്തത്. ഒരുപക്ഷെ ഇന്ന് ഉച്ചയോടുകൂടി മാത്രമേ എത്തൂ എന്നുള്ളൊരു കാര്യമായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നെങ്കിൽ പോലും ഈ മെഷീൻ ഉപയോഗിച്ച് പരിശോധന നടത്തിയാൽ മാത്രമേ വളരെ പെട്ടെന്ന് ദൗത്യത്തിലേക്ക് എത്താൻ അല്ലെങ്കിൽ ദൗത്യ പൂർത്തീകരണത്തിലേക്ക് നടക്കൂ എന്നുള്ള സാഹചര്യത്തിലാണ് ഇത് വളരെ പെട്ടെന്ന് തന്നെ എത്തിക്കാനുള്ള നീക്കം ആരംഭിച്ചത്. ഏതായാലും ഇപ്പോൾ അല്പസമയങ്ങൾക്ക് മുമ്പാണ്, ഒരു 10 മിനിറ്റ് മുമ്പ് മാത്രമാണ് ഈ GPR എത്തിച്ചിരിക്കുന്നത്. നമ്മൾ ഏതാണ്ട് ഈ പ്രസവ മേഖലയിൽ നിന്ന് ഏതാണ്ട് 150-200 മീറ്റർ അകലെയാണ്. അതുകൊണ്ട് തന്നെ അവിടെ പരിശോധന തുടങ്ങിയോ കൃത്യമായി നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ പരിശോധന തുടങ്ങുമെന്നുള്ള കാര്യം ഉറപ്പാണ്. മറ്റുള്ള കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ ഈ പരിശോധിച്ച് ഇതിന്റെ സ്പോട്ട് മാർക്ക് ചെയ്തതിനു ശേഷം മാത്രമേ അവിടെ എവിടെയാണ് ഈ ലോറി കുടുങ്ങിക്കിടക്കുന്നത് എന്നുള്ളത് കണ്ടെത്തണം. കണ്ടെത്തിയാൽ മാത്രമേ അവിടെയുള്ള മണ്ണ് നീക്കം ചെയ്തുകൊണ്ട് മാത്രമാണ് ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകേണ്ടത്, മണ്ണടക്കം എടുക്കേണ്ടുന്ന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. സ്വാഭാവികമായും രാവിലെ മുതൽ ഈ മണ്ണെടുപ്പും അതോടൊപ്പം തന്നെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന പ്രവർത്തനങ്ങൾ വളരെ മന്ദിഭാവസ്ഥയിലാണ്. കാരണം നേരത്തെ തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു തന്നെയായിരുന്നു, രാവിലെയൊക്കെ മഴയുണ്ടായിരുന്നു. പക്ഷേ ഈ മണ്ണെടുപ്പ് വളരെ സാധാരണ നിലയിലേക്ക് പോകുന്നു എന്നുള്ളത് വലിയൊരു പ്രശ്നം തന്നെയാണ്. ഏതായാലും ഇപ്പോൾ ഈ മെഷീൻ വന്നതോടുകൂടി തന്നെ സ്പോട്ട് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും, അവിടെ പരിശോധന നടത്തി വാഹനത്തെ കണ്ടെത്താൻ കഴിയുമെന്നാണ് ഒരു കാര്യം. മറ്റൊന്ന്, ഈ വാഹനം ഒരു പക്ഷേ നീങ്ങിപ്പോയി താഴോട്ട് പതിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ചളിയാണ്, അവിടെയും ഈ മെഷീൻ ഉപയോഗിച്ച് പരിശോധന നടത്താൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതായത് ഈ മഴയിലും ഒക്കെ ഈ മെഷീൻ ഉപയോഗിച്ച് പരിശോധന നടത്താൻ കഴിയുമെന്നാണ്. കാരണം 5 മീറ്റർ മുതൽ 15 മീറ്റർ വരെ ആഴത്തിലേക്ക് ഈ പരിശോധന നടത്താൻ കഴിയുമെന്നുള്ള പ്രത്യേകത കൂടി ഈ മെഷീനുണ്ട്. നേരത്തെ കൊണ്ടുവന്ന മെഷീൻ ഏതാണ്ട് 4 മീറ്റർ മാത്രമേ അത്തരത്തിൽ പരിശോധന നടത്താൻ കഴിയുമായിരുന്നു. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ വെള്ളമുള്ള അല്ലെങ്കിൽ ചളിയുള്ള പ്രദേശത്തൊന്നും മാത്രം പരിശോധന നടത്താൻ സാധ്യമാകുമായിരുന്നില്ല. അതൊക്കെ മറികടക്കാനുള്ള ഒരു നൂതനമായ ഒരു മെഷീനറി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ പരിശോധനയിൽ കാര്യങ്ങൾ കുറെ കൂടി വ്യക്തമാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്കെ, അഭിലാഷാണ് ഷിരൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നോക്കൂ, മണ്ണിടിഞ്ഞ സ്ഥലം, അതിന്റെ ആകാശ ദൃശ്യങ്ങൾ നമുക്ക് ഒരിക്കൽ കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. സ്ക്രീനിന്റെ വലതുഭാഗത്ത് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരുന്നത് ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടറാണ്. ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുകൊണ്ട് മണ്ണിനടിയിലേക്ക് 10 മീറ്ററിന് താഴെയാണ് ഈ ലോറി കിടക്കുന്നതെങ്കിൽ പോലും അത് പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ കഴിയും. അതിന് വൈദഗ്ധ്യമുള്ള സംഘമാണ് എത്തിയിരിക്കുന്നത്. ഈ പ്രവർത്തനം നമ്മൾ ആദ്യ ദിവസം തന്നെ ആവശ്യപ്പെടുകയും അവിടെ എത്തിക്കുകയും ചെയ്യേണ്ടതായിരുന്നു എന്ന ദുഃഖത്തോടെയാണ് ഞാനിത് പറയുന്നത്. സൈന്യത്തിന്റെ എഞ്ചിനീയറിംഗ് യൂണിറ്റിന്റെ സഹായമായിരുന്നു ഇത്രയും മണ്ണ് കൂടിക്കിടക്കുന്ന ഒരു മേഖലയിൽ ആദ്യം തന്നെ നമ്മൾ ഉറപ്പാക്കേണ്ടിയിരുന്നത്. അതിന് പകരം JCB ഉപയോഗിച്ചുകൊണ്ടുള്ള മണ്ണുനീക്കം മാത്രമാണ് ഇത്രയും ദിവസം നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത്. അതിനിടയിൽ കൊണ്ടുവന്നത് GPR സംവിധാനമാണ്, ഒപ്പം സാധാരണ ഒരു മെറ്റൽ ഡിറ്റക്ടറാണ്. ഈ 2 സംവിധാനങ്ങളിലൂടെയും കൃത്യമായ ഒരു പൊസിഷൻ നമുക്ക് കണ്ടെത്താൻ ഇക്കഴിഞ്ഞ 6 ദിവസവും കഴിഞ്ഞില്ല. ഇന്ന് 7ാം ദിവസം. ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ സമയം 11 മണിയായിരിക്കുകയാണ്. ഇപ്പോൾ എത്തിച്ച ഈ ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയിൽ ലോഹ സാന്നിധ്യമുണ്ടെങ്കിൽ മണ്ണ് കൂടിക്കിടക്കുന്ന ഭാഗത്ത് റോഡിലെ വെളുത്ത വരയ്ക്ക് ഉള്ളിലായി അർജുൻ വണ്ടി പാർക്ക് ചെയ്തു എന്ന് പറയുന്ന ദൃക്സാക്ഷികൾ കണ്ട ആ ഭാഗത്ത് തന്നെയാണ് ആ വാഹനം ഉള്ളതെങ്കിൽ ഈ ഉപകരണത്തിലൂടെ അത് പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ കഴിയും. അല്ല, പുഴയിലെ മൺകൂനക്കടിയിലാണെങ്കിലും അവിടെയും പരിശോധന നടത്താൻ കഴിയും. ഇപ്പോൾ സ്കൂബ ടീമിന്റെ പരിശോധനയാണ്, നേവിയുടെ സ്കൂബ ടീമിന്റെ പരിശോധനയാണ് നദിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. JCB ഉപയോഗിച്ചുകൊണ്ടുള്ള മണ്ണുനീക്കം മാത്രമാണ് ഇപ്പോൾ ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായ മേഖലയിൽ റോഡിലും അതിന് ചുറ്റുഭാഗത്തുമായി നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മരങ്ങൾ കടപുഴകി വീണ് കിടക്കുന്ന ഭാഗങ്ങൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഒരു ഭാഗത്ത് പ്രേക്ഷകർ കാണുന്നത് ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടറാണ്. കരസേനയുടെ എഞ്ചിനീയറിംഗ് യൂണിറ്റിന്റെ കൈവശമുള്ള സംവിധാനമാണിത്. ഇത് ഉപയോഗിച്ചുകൊണ്ട് കാര്യക്ഷമമായി തന്നെ കണ്ടെത്താൻ കഴിയും എന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടറിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ റിപ്പോർട്ടർ സ്ക്രീനിൽ കാണുന്നത്. ആഴത്തിലുള്ള തെരച്ചിൽ നടത്താൻ സഹായകമാകുന്ന ഉപകരണമാണ് ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. അർജുനെ കാണാതായി ഒരാഴ്ച ആകുമ്പോഴാണ് ഈ സംവിധാനങ്ങൾ അവിടെ എത്തുന്നത് എന്നത് നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. എങ്കിലും ഇപ്പോഴും അർജുൻ ജീവനോടെ ഉണ്ടാകും, ഒരു തുടിപ്പെങ്കിലും ഉണ്ടാകും എന്ന ആത്മവിശ്വാസത്തോടെ, പ്രതീക്ഷയോടെ നമ്മൾ പ്രതീക്ഷ കൈവിടാതെയാണ് ഈ തെരച്ചിൽ വേഗത്തിലാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. ഷിരൂരിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. മണ്ണുനീക്കം JCB ഉപയോഗിച്ചുകൊണ്ട് നടക്കുകയാണ്. മണ്ണും ചെളിയും പാറക്കഷണങ്ങളും ഒക്കെ ചേർന്നുകൊണ്ടുള്ള മണ്ണിടിയാൻ സാധ്യതയുള്ള മേഖലയാണ്. അതുകൊണ്ട് ഈ ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന, ആ പരിശോധനയിൽ കണ്ടെത്തുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ ഭാഗം ആഴത്തിൽ കുഴിക്കുക, അതാണ് അടുത്തതായി ചെയ്യാൻ പോകുന്നത്. ഒപ്പം പുഴയിൽ മണ്ണ് കൂടിക്കിടക്കുന്ന ഭാഗമുണ്ട്, അവിടെയും കൃത്യമായി തെരച്ചിൽ നടത്തേണ്ടതുണ്ട്. ഈ മണ്ണിടിഞ്ഞു വന്ന മൺകൂന അതേപടി പുഴയിലേക്ക് വീണ് പതിക്കുകയായിരുന്നു. വലിയ ശബ്ദമാണ്
കേട്ടത് എന്ന് പ്രദേശവാസികൾ പറയുന്നു. അപ്പോൾ മണ്ണിനൊപ്പം ലോറിയും പോയിട്ടുണ്ടോ, അതോ ആ ടാങ്കർ മാത്രമാണോ, ബുള്ളറ്റ് നേരത്തെ ഒഴുകിപ്പോകുന്നത് ദൃക്സാക്ഷികൾ കണ്ട ആ ടാങ്കർ മാത്രമാണോ വെള്ളത്തിൽ പതിച്ചത്? അതാണ് നമുക്ക് അറിയേണ്ടത്. ആഴത്തിലുള്ള പരിശോധന നടത്തുന്നതിനാവശ്യമായ സാങ്കേതിക സംവിധാനം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനിയും വൈകിപ്പിക്കരുതേ എന്ന അഭ്യർത്ഥനയാണ് നമുക്ക് ഈ രക്ഷാ ടീമിനോട് പങ്കുവയ്ക്കാനായുള്ളത്.